ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഗോബി കിടക്കണ കിടപ്പ് കണ്ട പെറ്റ തള്ള സഹിക്കില്ല. വെട്ടിയിട്ട ബായത്തണ്ട് പോലെ കിടക്കപ്പ് കണ്ട. ഇതെന്ത് പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ ഗോബി ശരിക്കും പറഞ്ഞാൽ പുറത്തുനിന്ന് കൊണ്ടുവരുന്നത് കഴുകി കുറച്ച് ചൂടുവെള്ളത്തിലിട്ടിട്ട് പൊതുവേ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ഉപ്പൊക്കെ ചേർത്തൊന്ന് കുറച്ച് നേരം അതിനകത്ത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തവണ ക്ലീൻ ചെയ്തതാണ്. അതിൻ്റെ ചപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞ് കുക്കറിനകത്തോട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒരു വിസിലടുപ്പിക്കാമെന്ന് വെച്ചു. എനിക്ക് ഗോപിയുടെ വേവ് അത്ര അറിയില്ല. ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ പാനൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം അതങ്ങ് എടുത്ത് വിസിലടിച്ചപ്പോഴേക്ക് കുറച്ച് ഓവർ വേവായിപ്പോയി. അപ്പോൾ ജസ്റ്റ് അതിൽ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് തേങ്ങ ഇരിപ്പുണ്ടായിരുന്നു. തേങ്ങ, തക്കാളി, ഉള്ളി, മല്ലി, പച്ചമുളക്, വറ്റൽമുളക് എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് ചട്ടിയിലിട്ടിട്ടൊന്ന് വറുത്തെടുത്ത് കുറച്ച് ചൂടാറിയ ശേഷം മിക്സിയിലിട്ട് ജാറിലടിച്ച് ചിലപ്പം അതുണ്ടായിരുന്നു, എന്താണ് നമ്മുടെ പെരിഞ്ജീരകം. അപ്പോൾ അതെല്ലാം കൂടെ മിക്സാക്കി അരച്ച് അതൊന്ന് ആദ്യം കുക്കറിൽ നിന്ന് സാധനം എടുത്ത് മാറ്റി 2-3 തവണ കഴുകി. പിന്നെ അതിന് ശേഷം നമ്മൾ ആ മിക്സഡ് ഗ്രേവി ഒന്ന് തിളപ്പിച്ച് അതിനകത്തോട്ട് ഇത് ചേർത്ത് കുറച്ചുകൂടെ വെള്ളം ചേർത്ത്, നല്ല തിക്കായിരുന്നു, കുറച്ച് വെള്ളം ചേർത്ത് ഉപ്പൊക്കെ ഇട്ട് മല്ലിയിലൊക്കെ തേച്ചിട്ട് ഒരു വിസിൽ കൂടെ കൊടുത്തു. അപ്പോൾ എന്തായാലും നമ്മൾ ബെത്തിയിട്ട ബായത്തണ്ട് പോലെ നമ്മുടെ ഗോബി കറി റെഡിയാണ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ 2-3 ദിവസത്തേക്കുള്ള കറിയായി കിട്ടി. കുഴപ്പമില്ല, ഒരു തിക്കൊക്കെ ഉണ്ട്. അപ്പം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്, ഇളക്കുന്നത്. അങ്ങനെ ഒരു വെറൈറ്റി കറി ഉണ്ടാക്കിയതിൻ്റെ ചാരിതാർത്ഥ്യത്തോടു കൂടി ഈ വീഡിയോ സമർപ്പയാണ്. ഇതിലേക്ക് നല്ല കപ്പ വേവിച്ചതുണ്ട്, പുഴുക്ക് കണക്ക്, പിന്നെ നല്ല ചോറ്. എന്തായാലും നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ചോറും ഗോപിക്കറിയും കപ്പയും കൂടെ ഒരു നെല്ലിക്ക, അച്ചാറിൻ്റെ കഷ്ണം. പെടാം.